പറയുന്ന പാലത്തിലൂടെ മാത്രമേ സ്വർഗമെന്ന് പറയുന്ന തറവാട്ടി പോകാൻ പറ്റൂ. ഷോർട്ട് വഴിയൊന്നുമില്ല, അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകണം. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് അതിൻ്റെ മുകളിലൂടെ കയറി സ്വർഗത്തിലെത്താം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഞാൻ ആയത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഏതായത്താ ഇൻഷാ അല്ലാഹ്? സൂറത്തു ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്താണ് സൂറത്തു ഇബ്രാഹിം. ഞാൻ ആദ്യം ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യം ഓതിയ ആയത്ത്. പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതവിടെ ഇങ്ങനെ പറയാറുണ്ട്. മയ്യത്ത് ഖബറടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖുർആൻ സൂറത്തു ഇബ്രാഹിം എൻ്റെ 26-ാമത്തെയോ 27-ാമത്തെയോ ആയത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു ഇബ്രാഹിമിൻ്റെ 27-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹുൽ ളാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. ഈ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്താണ്. അത് പരിപൂർണമായി ഓതണമെന്നല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖബറിലൊക്കെ പോയി നിൽക്കുമ്പോൾ കേൾക്കാം. പരിശുദ്ധമായ ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. ഇതാ അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറച്ചു നിർത്തും. അതാ പറഞ്ഞതിനർത്ഥം. അപ്പൊ ഈ ആയത്ത് ഇത് പരിപൂർണമായി ഓതാൻ പറ്റുന്നവരങ്ങനെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. വാക്കി കൂടെ ഓതുമ്പോൾ ആയത്ത് പൂർത്തിയാകും. അല്ലെങ്കിൽ ഇത്രയെങ്കിൽ ഇത്ര. ഈ ആയത്ത് ആരാണോ ജീവിതത്തിൽ നിത്യമാക്കുന്നത് അവന് മരിക്കുന്നതിന് മുമ്പ് 3 പ്രതിഫലം, മരിച്ചതിന് ശേഷം 5 പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ റബ്ബേ നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഗഫൂറായ അല്ലാ, റഹീമായ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റബ്ബേ, ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തവരാണ് റബ്ബേ. അല്ലാഹുവേ, കടലിൻ്റെ തിരമാലകളോളം പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവരാണല്ലോ അല്ലാ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ. ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണല്ലാ. ആട്ടി ഓടിക്കല്ലേ അല്ലാ, പായിച്ച് കളയല്ലേ അല്ലാ, കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ലാ. ഞങ്ങൾ എവിടെ പോകാനാ തമ്പുരാനെ? നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ലാ, നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ലാ. ഈ ലോകത്തിൻ്റെ അധിപം നീയല്ലേ അല്ലാ. ഞങ്ങൾ നിന്റെ അടിമകളല്ലേ അല്ലാ. ഈ യാചിക്കുന്നവനെ നീ ഓടിക്കല്ല റബ്ബേ. ഈ യാചനയെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ യാചനയെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റബ്ബേ, മണ്ണിലടിയിൽ
മണ്ണിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ. ഖബറിൽ കടന്നവര് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാ. പടച്ചവരെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പ്രായം ചെന്നവരാണ് റഹ്മാനെ, രോഗികളാണ് റഹ്മാനെ, തൊലിയൊക്കെ ചുളുങ്ങിയവരാണ് റഹ്മാനെ, നൂന്ന് നിൽക്കാൻ കഴിയാത്തവരാണ് റഹ്മാനെ. വീടിൻ്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ. അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ. അവരെ നീ അറുത്തു മുറിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. പുറത്തു പറയാൻ മടിക്കുന്ന രോഗമുള്ളവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരക രോഗമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അറുത്തു മുറിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവരെ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നീ കെടുത്തല്ല റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നീ കെടുത്തല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. എല്ലാവരും ഞങ്ങളും മരിക്കാം ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. കുത്തുവാക്കും പരിഹാസവും കേൾക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവരെ, എപ്പോ എവിടെ വെച്ചാടും മരിക്കുന്നതെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല അല്ലാ. പടച്ചവരെ, ഈ വാറുള്ള ഒരു മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. ശൈത്താന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. നല്ല മരണത്തിന്റെ അടയാളങ്ങൾ ഞങ്ങളുടെ മുഖത്ത് നീ തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. നന്മ ചെയ്തു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. കഷ്ടപ്പെട്ടു വളർത്തുന്നത് വെറുതെയാക്കല്ല റബ്ബേ. നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. കള്ളുകുടിയന്മാരാക്കല്ല അല്ലാ. മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ല അല്ലാ. മാതാപിതാക്കളെ തല്ലുന്ന മക്കളാക്കല്ലേ അല്ലാ. നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ പെൺമക്കളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ പെൺമക്കളെ നീ കാക്കണേ റബ്ബേ. അവരുടെ വിവാഹം നടത്തി കൊടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. ആഹുവേ പടച്ചവനെ, ഈ ദുആയ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടിൻ്റെ വിളക്കുകളാണ് റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് റബ്ബേ. അഹങ്കാരികളാക്കല്ലേ അല്ലാ. നന്ദിയില്ലാത്തവരാക്കല്ലേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന ഒരാളെ പോലും നീ മറക്കല്ല റബ്ബേ. പടച്ചവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കിടന്നുറങ്ങാൻ കിട്ടിയ സമയത്ത് ഈ മജ്‌ലിസിൽ വന്നിരുന്ന പാവങ്ങളാ അല്ലാ. വഅദ് കേൾക്കാൻ
പറയാൻ വന്നതല്ല പടച്ചവനെ, ഈ ദുആ പ്രതീക്ഷിച്ചു വന്നവരാണ് റബ്ബേ. ഗുളിക കഴിക്കുന്ന പാപങ്ങളുണ്ട് റഹ്മാനെ, നീ കൈവിടല്ലേ പടച്ചവനെ, നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ തമ്പുരാനെ, പ്രയാസങ്ങളൊക്കെ മാറ്റണേ തമ്പുരാനെ, കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ, ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ, രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ മണിക്കൂറുകളായി പടച്ചവരെ എവിടെയൊക്കെയോ ഇരുന്ന് മൊബൈൽ കയ്യിൽ പിടിച്ച് കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മ പെങ്ങന്മാരുണ്ട് റഹ്മാനെ, എൻ്റെ കൂടപ്പുറപ്പുകളുണ്ട് റഹ്മാനെ. ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ, അവരെ നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. ക്യാൻസർ രോഗം കൊടുക്കല്ലേ അല്ലാ, കിഡ്നി തകർത്തു കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ നീ അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ മുറ്റത്ത് അവരെയും ഞങ്ങളെയും നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, ഈ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരാളെയും നീ മറക്കല്ല തമ്പുരാനെ. ഒരുപാട് മോഹത്തോട് ആഗ്രഹത്തോട് ഒരുപാട് പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ തന്ന ദുആ സ്വീകരിക്കുമെന്ന് കരുതിയിട്ട് തന്ന പാവങ്ങളാ അല്ലാ, അവരെ വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ, അവരെ വെറും കയ്യോടെ മടക്കല്ല അല്ലാ. നിന്നെ പ്രതീക്ഷ വെച്ച് വന്നവരാണ് റഹ്മാനെ, രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ മാറ്റണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നീ കൊടുക്കണേ അല്ലാ, വീടിന്റെ പണി പകുതിയിൽ കിടക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. മക്കളില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട് റബ്ബേ, നീ കരുണ കാണിക്കണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ. ഭർത്താക്കന്മാര് കാരണം കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് പെങ്ങന്മാരുണ്ട് റഹ്മാനെ, നിസ്കരിക്കുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാ, നിന്നെ പേടിയുള്ളവരാക്കണേ അല്ലാ. ഭാര്യമാരുടെ ദുസ്വഭാവങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കുടുംബത്തിന് എല്ലാവിധ കാവലും നൽകണേ അല്ലാ. പടച്ചവനെ, അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികൾ നീ അവരെ കാത്തുകൊള്ളണേ റഹ്മാനെ, അവർക്ക് അഭിവൃദ്ധി നൽകണേ റഹ്മാനെ, അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട് റബ്ബേ, ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ, ഒരു വഴി തുറക്കണേ അല്ലാ, അവരുടെ സഹായം കൊടുക്കണേ അല്ലാ, അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ പ്രഭാഷണം ലൈവ് ചെയ്യുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ ദഅവത്തിന്റെ അമൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ, കൈവിടല്ലേ അല്ലാ. മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ ക്ലാസ് കേൾക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, ചായ കൊടുക്കുന്നവർ, അവർക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് ഇത് കാരണമാക്കണേ അല്ലാ, ബർക്കത്തിന് കാരണമാക്കണേ അല്ലാ, സ്വർഗം കിട്ടാൻ കാരണമാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ പള്ളിയുടെ വാർപ്പ് നീ എളുപ്പത്തിലാക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരെ നീ തന്നെ എത്തിക്കണേ അല്ലാ. ഒരു തടസ്സവും വരുത്തല്ലേ അല്ലാ, വഴി മുട്ടിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഈ പള്ളിക്ക് റബ്ബേ അല്ലാഹുവേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, നിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇങ്ങനെയുള്ള
പള്ളിയുടെ നല്ല കാര്യങ്ങൾ ഈ പള്ളിയിൽ മുടങ്ങാതെ നടത്താൻ എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവരെ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഒരുപാട് പേര് ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്നുണ്ട് റബ്ബേ, അവരുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ, അവരുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ മുൻ പ്രസിഡന്റ് റബ്ബേ, ഖബറിനകത്താണ് റഹ്മാനെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി താങ്ങും തണലുമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് റാസി, അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ, ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണം തരല്ലേ അല്ലാ. റോഡിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കുന്ന ഒരു മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്നൊരു വീട്ടിലേക്ക് കടന്നു പോയപ്പോ ആ മാതാപിതാക്കൾ വളരെ പ്രയാസത്തോടുകൂടി ഒരാഗ്രഹം പറഞ്ഞു, റബ്ബേ പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ, പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, കുഞ്ഞിന്റെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാ, അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി ഒരു സദക്ക നൽകാമെന്ന് നിയ്യത്ത് ചെയ്തു റബ്ബേ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരെയും നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ. കൈവിടല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളൊക്കെ വാപ്പയില്ലാതാക്കല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഭാര്യ നീ ഒറ്റയ്ക്കാക്കല്ലേ അല്ലാ, വിധവയാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് നീ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാ, ഞങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പേരിൽ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് മാരക രോഗം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് മാരക രോഗം നീ കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിലാണ് റഹ്മാനെ, ഖബർ വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയുടെ ഉപ്പയുടെ